വെൽക്കം ടു ജെഡി വ്ലോഗ്സ്. ഇന്ന് നമ്മളൊരു ഇന്റർനാഷണൽ വ്ലോഗാണ്. രാജ്യം വിട്ടു പോവല്ല, നമ്മൾ ഇന്റർനാഷണൽ എയർപോർട്ട് വരെ പോവാണ്. അതെ, നമ്മൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മൾ ഒരു സെലിബ്രിറ്റിയെ പിക്ക് ചെയ്യാൻ. ലെറ്റ്സ് ഗോ. പോകുമ്പോ നമുക്ക് ഒരാളെയും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. നമ്മളുടെ മോസ്റ്റ് എന്തെങ്കിലും പറയണ്ട. മറ്റേ കിഴങ്ങില് മുടി വളർത്തിയ കിഴങ്ങ്, ആ കിഴങ്ങിന് അങ്കമാലി കൂട്ടണം. അല്ല, അങ്ങനെ പറയുമ്പോ ഞാനും മുടി വളർത്തിയിട്ടുണ്ട്. നിനക്ക് അങ്ങനല്ല, മറ്റേ അവൻ തന്നെ നമ്മള് പോകുന്ന വഴിക്കപ്പോ ഒരാളെയും കൂടെ പിക്ക് ചെയ്യാണ്ട്. നമ്മളുടെ അഭയ് മുന്നൂനെ പിക്ക് ചെയ്യാണ്ട്. അവൻ എറണാകുളത്തുനിന്ന് അങ്കമാലിയിലാണ് നിൽക്കുന്നുണ്ട്. അപ്പൊ അവനെ പിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ നേരെ നെടുമ്പാശ്ശേരിയിലെത്താൻ. എന്താ ഇത് ഒരു വൃത്തികെട്ട മണം? സത്യം പറയട്ടാ, ഞാനല്ല, സത്യം കാര്യമായിട്ട് ചോദിക്കാം. വാവിട്ട വാക്കും വയറുവിട്ട തിരിച്ചെടുക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞോ, കുതിരാൻ തുരങ്കത്തിലേക്ക് നോക്കി ലൈറ്റ് ഇട്ടിട്ട് എന്താ സംഭവം നോക്കി പോലീസ്. ഇവനെ കണ്ടതിനെ എന്തോ കടത്തേണ് വിചാരിച്ചു. ഇതില് സംഭവം നമ്മളെ എന്തെങ്കിലും എടുത്തു വെച്ചിട്ട് കടത്താന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് ആരും ഒന്നും തരൂല. ഒന്നില്ലെങ്കിൽ ഇവ എന്നെ കടത്തണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കടത്തണം. അപ്പൊ നമ്മൾ നേരെ കുതിരാൻ തുരങ്കം. അപ്പൊ അങ്ങനെ നമ്മള് അങ്കമാലിയിലേക്ക് അങ്കമാലി നമ്മള് അങ്കമാലി പോയി പിക്ക് ചെയ്യേണ്ട ആള് വിളിച്ചു. നമുക്ക് എടുത്തു നോക്കാം. അതായത് ഹലോ, ഞങ്ങൾ വന്നോണ്ടിരിക്കണോ? എവിടെ? അങ്കമാലിയാ? ഞങ്ങള് വന്നോണ്ടിരിക്കണത് തൃശ്ശൂര്. ഇത് കഴിഞ്ഞ് ഒരു 10-30 കിലോമീറ്റർ, അരമണിക്കൂറാ. അവിടത്തെ ആൾക്കാർ കൂടുതൽ കിടക്കണ പോലീസ് കൊണ്ടുപോകും. ആ സ്റ്റാൻഡിൽ പായി വിരിച്ച് കിടന്നു. ഞങ്ങൾ വന്നിട്ട് വിളിക്കാം. അത് നീ ആൾക്കാരുടെ കൂടെ കിടക്കുമ്പോ ചിലപ്പോ നിനക്ക് വേറെ ആൾക്കാരെ കയറ്റിട്ട് പോട്ടാ. നീയാണ് ഞങ്ങളെ തിരിച്ചറിയാ. ഞങ്ങൾ വരുമ്പോ മുണ്ട് നോക്കി കാണിക്കും. അതിനുള്ളിൽ വൃത്തികേടായിട്ടുള്ള ചെക്ക് ഉണ്ടാവും. നീ അങ്ങനല്ലേ? ഞങ്ങൾ വരുമ്പോ തുണി നോക്കി കാണിക്കും. ഇപ്പൊ 12:45. അത് പറഞ്ഞ വന്നിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് അരമണിക്കൂറില് നേരെ അങ്കമാലി. ഹോൾഡിങ്സ് KL3. ആരോ ഒരു സെലിബ്രിറ്റിയാണ് നമ്മുടെ മുന്നിൽ പോണത്. കാരവാനിൽ സെലിബ്രിറ്റി സഞ്ചരിക്കില്ല മൊണ്ണെ, ഒന്നും അറിയില്ല. പിന്നെ കാരവാനിൽ അങ്ങനെ കാരവാനൊക്കെ അവർ ഷൂട്ടിംഗ് സ്പോട്ടുകളിൽ നിർത്തിയിട്ട് അതില് റിലാക്സ് ചെയ്യാനും അവർക്ക് ഡ്രസ് ചെയ്ത് അങ്ങനെ മാത്രം യൂസ് ചെയ്തു. ഇവൻ പണ്ട് മറ്റേ ഡയറക്ടർ ആയിരുന്നല്ലോ. നമ്മൾ സിനിമ പോലെ നടന്ന ആരും അവസരം തന്നില്ല. അഭിനയിക്കാൻ അറിയില്ല, പൊക്കോളം പറഞ്ഞു. അപ്പൊ നമ്മള് നേരെ അങ്കമാലി. ഓർക്കാൻ പറ്റാ? ഇല്ല. അതന്നായി. വലിയൊരു കോട്ടുവായോടുകൂടി ഞങ്ങൾ അറിയിക്കുന്നു, ഞങ്ങൾക്ക് അങ്കമാലി എത്തി. അങ്കമാലി എത്തി. എവിടെ ചെക്കൻ? എന്താ ആൾക്കാർ കിടക്കുന്ന അവിടെ പോയി നോക്ക്. അവിടെ കിടക്കണ്ടാവും. ഹലോ, എവിടെ എത്തി? വെളിയിൽ നിൽക്കണ്ട. നീ അവിടെ ഉള്ളിലാണ്? ഞാൻ നീ കിടക്കാണ്. ഇവിടെ റോഡ് സൈഡ് കുറെ ആൾക്കാർ കിടക്കണ്ട. അതിന്റെ കൂട്ടത്തിലുണ്ട് കൈ വെക്കോട്ടെ. ഇല്ലല്ലേ? പോലീസ് വിളിച്ചോ? പോലീസ് സ്റ്റേഷൻ അതിന്റെ ഓപ്പോസിറ്റ്. മറ്റേ ഡോറാന്ന് പറഞ്ഞൊരു ബ്യൂട്ടി വേൾഡ് യൂണിസെക്സ് സലൂൺ. വേണ്ട, ഇംഗ്ലീഷ് വായിക്കാൻ പറ്റില്ല. ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ഒരു കറുത്ത കാറുണ്ട് ഫ്രണ്ടില്, അതിന്റെ ബാക്കില്. അല്ല, ഞങ്ങൾ ഓടി വന്നാണ്. ഇവൻ മറ്റേ ലോറിയിൽ പോവും. നമുക്ക് ബാക്കില് ടെമ്പോയിൽ എന്തെങ്കിലും നോക്കാം. അല്ല, ബസ്സിന് ഇതാ അവനാണ് ബസ്സിന് വിളിച്ചപ്പോ കാണണ്ടേ. എങ്ങോട്ടെങ്കിലും പോ. നമ്മൾ ആരെ വിളിക്കാനാ പോണ്? നമ്മള് ഒരു പ്രശസ്തനായ സെലിബ്രിറ്റി
അതെ, സെലിബ്രിറ്റിനെ വിളിക്കാൻ വേണ്ടി നമ്മൾ പോകുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ യാത്ര? എന്റെ യാത്ര ഒന്നും പറയണ്ടോ, എന്താ ഛർദിച്ചാ? വയ്യ. അച്ഛൻ തന്ന പൈസക്കാണെങ്കിൽ അവിടുന്ന് 2 പെഗ് അടിച്ചിട്ടേ കയറിയത്. ആ ഇല്ല, പറയിപ്പിക്കുന്നില്ല. സത്യം പറ്റി പറയിപ്പിക്കും ചോദിച്ചിട്ട്. അങ്ങനെ നമ്മള് സെലിബ്രിറ്റിനെ പിക്ക് ചെയ്യാൻ പോണ്. ചങ്ങായി പോയിട്ട് കുറച്ചായിട്ടുള്ളൂ, എന്താ പെട്ടെന്ന് വന്നത്? സംഭവം നിന്നു അടുത്ത പണി. പോടാ, നല്ല അടിപൊളി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും, നിന്നിട്ടൊന്നുമില്ല. അവിടെ എന്താ പണിയാവോ? അവിടെ എന്തോ ഒരു പണിയാണ്, മാർക്കറ്റിംഗിന്റെ ഒക്കെ വലിയ ഹെഡാണ് തോന്നുന്നു. ആള് പോയപ്പോ നമ്മുടെ അക്കൗണ്ട് റീച്ച് ആയി. സത്യം. പോടാ അവിടുന്ന്. ആള് വീഡിയോക്ക് വേണ്ടി തിരിച്ചു വരികയാണ്, നീ നോക്ക്. അതായത് ചിന്നേട്ടൻ പോയിട്ട് 2 മാസം ആയിട്ടുള്ളൂ. 2 മാസമായോ? 2 മാസമായിട്ടുണ്ടാവും. 2 months. ഇപ്പൊ അങ്ങനെ പോയിട്ടേ ഉള്ളൂ. വീഡിയോ വിളിക്കാൻ പോയി. അപ്പൊ വർക്കിൻ്റെത് ഞാനൊരു സ്റ്റാറ്റസ് കണ്ടു, വെക്കേഷൻ കൊണ്ട്. വെക്കേഷനിൽ അതിന് മുമ്പ് ട്രെയിന് പോലെ സ്റ്റാറ്റസ് ഇട്ടിരിക്കണു. ഏതോ പെണ്ണിന് സെറ്റ് ആയിട്ടുണ്ട്. അല്ല കാര്യം നിങ്ങൾ കണ്ടില്ല? അത് വിഷമത്തിന്റെ ഒരു സ്റ്റാറ്റസ്. വിഷമോ പ്രണയോ എനിക്ക് കണ്ട് മടുത്തു. ഞാനിപ്പോ ബ്ലോക്ക് ലിസ്റ്റ് വെച്ചിരിക്കുന്നു. ഇപ്പൊ എല്ലാവർക്കും കല്യാണം ഇല്ലേ, അപ്പൊ ഒരു കൊതി കൊണ്ട് ഇട്ടതായിരിക്കും. ഒരു വിഷമം. വിഷമവും ഉണ്ട്, പ്രണയവും ഉണ്ട്, എന്തൊക്കെയൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ല, കാലിൽ കൊലിച്ചിട്ട പെണ്ണിനേക്കാൾ അതായത് അച്ചോട്ടെ പണ്ട് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടില്ലേ മറ്റേ ടിക്ടോക്കുള്ള അതേപോലത്തെ. അതുകൊണ്ട് ഇപ്പൊ കൊറേ ആവശ്യമില്ലാത്ത ബുക്കുകളൊക്കെ വായിക്കുന്നുണ്ട്. നോവലൊക്കെ സങ്കടം. ഇന്ന് ഞാൻ അവൾക്ക് വേണ്ടി ആ മെഴുകി തിരികെ അങ്ങനത്തെ സാധനല്ലേ അല്ലേ? ഇപ്പൊ ഒരു മറ്റേ അങ്ങനെയാണ്, നഷ്ടപ്രണയങ്ങളുടെ വേദന ഞാൻ ആസ്വദിക്കുകയാണ്, അങ്ങനത്തെ സാധനല്ലേ? ഞാൻ സൈക്കോളജി ഓഫ് മണി കൊടുത്തപ്പോ അത് വേണ്ട പറഞ്ഞു. ആ ബുക്ക് എനിക്ക് വേണ്ട. എന്നിട്ട് പ്രണയ തൂവൽ വേണ്ട ഏതൊരു ബുക്ക് കൊണ്ടുപോയി. ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്, ഞാൻ 2 കൊണ്ടുപോയിട്ടുണ്ട്. നീ കൊണ്ടുപോയ ബുക്ക് വേറെ അല്ല, ഉണ്ട് ചിന്നേട്ടൻ വായിക്കുന്ന ബുക്ക്. അല്ലല്ല, അല്ലെങ്കിൽ അയ്യപ്പന്റെ കവിത ആയിരിക്കും. മറ്റേ സാധനം. അതെ, പ്രണയമേ പകുതിയും ആരെങ്കിലൊക്കെ കൂടെ വരും. ആര് തന്നെ? ഒരാളെ കൂടെ. അല്ല, നോക്കുമ്പോ പോലീസുകാരുണ്ടാവും കൂടെ, അവിടെ കെട്ടിവിട്ടിട്ട് കയ്യില് വിലം കൂടെ. നോക്കുമ്പോ ഇങ്ങോട്ട് വന്നിട്ട് നേരെ ഇവിടുത്തെ പോലീസ് ഹാൻഡ് ഓവർ ഉണ്ടാവും. അല്ല, നിങ്ങൾ എനിക്ക് ആൾക്കാരുണ്ട്. മറ്റേ വിജയനെ പോലെ സർപ്രൈസ് കൊടുക്കാൻ പോയി നമ്മുടെ നിങ്ങൾ വേറെ ആളുണ്ട്. ഇതെപ്പോ എത്തും അല്ലെ? ചിന്നേട്ട് എപ്പോ എത്തും? ഒരു 3:30 ഉറപ്പില്ലാണ്ട് ഇത്ര കഷ്ടപ്പെട്ട് എനിക്ക് വിളിക്കാൻ പോകേണ്ടി അല്ലേ? അല്ല കാര്യമായിട്ടല്ലേ?